Rockstar Games in the GTA series next installment GTA 6 in the trailer is out and the trailer is absolutely stunning. ഇപ്പോഴത്തെ current views നോക്കുവാണെങ്കിൽ 119 million views ആണ് within 2 days പോയേക്കുന്നത്. So that shows the immense response for the trailer. So ട്രെയിലറിനെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും. ബിക്കോസ് എത്രയോ വർഷത്തെ വെയിറ്റ് കഴിഞ്ഞിട്ടാണ് അറ്റ്ലീസ്റ്റ് വി ഗെറ്റ് ടു സീ എ ട്രെയിലർ. ആൻഡ് എനിക്ക് പേഴ്സണലി ഇത് കൈൻഡ് ഓഫ് എ നൊസ്റ്റാൾജിക് മൊമെന്റ് ആണ്. ബിക്കോസ് GTA വൈസ് സിറ്റി കളിച്ചുകൊണ്ടാണ് ഞാൻ ലൈക്ക് ഗെയിമിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അതും എനിക്ക് എക്സാക്ട് ടൈം പീരീഡ് ഓർമ്മയില്ല. ഐ തിങ്ക് 2004-2006 ആ ഒരു ടൈം പീരീഡിലായിരുന്നു. അതും പഴയ ഒരു ഹാർഡ്വെയറിൽ യൂസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോഴും ആ PC എൻ്റെ കയ്യിലുണ്ട്. ആക്ച്വലി ഈ PC എന്തെങ്കിലും ഒരു മോഡിഫൈ ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ബട്ട് ഒട്ടും വർക്ക്ഔട്ട് ആകുന്നില്ല. ബിക്കോസ് ഒത്തിരി പഴയ ഹാർഡ്വെയർ ആണ്. ഇപ്പോഴത്തെ മോഡേൺ മദർ ബോർഡ്സ് ഇതിൽ ഫിറ്റ് ആകത്തുമില്ല. കൈൻഡ് ഓഫ് എ സ്ലീപ്പർ PC ബിൽഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഒന്നും വർക്ക്ഔട്ട് ആകുന്നില്ല. ഇൻഫാക്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ പഴയ കീബോർഡ് ഇരിപ്പുണ്ട്. ഇതാണ് ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കീബോർഡ്. പഴയ TVS ചാമ്പ് എന്ന മോഡൽ. സോ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് മൊമെന്റ് ആയിരുന്നു. ഇതെല്ലാം പഴയ സ്റ്റഫാണ്. ഇനി നമുക്ക് മൂവിങ് ഫോർവേഡ് പുതിയ PC എന്തായിരിക്കും വേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ജസ്റ്റ് അനലൈസ് ചെയ്തൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയട്ടെ. റോക്സ്റ്റാർ ഗെയിംസ് ആസ് ഓഫ് നോ PC റിക്വയർമെന്റ്സ് എന്തായിരിക്കും എന്നൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് ഇപ്പം ഇൻഫർമേഷൻ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് പഴയ ഗെയിംസിന്റെ PC റിക്വയർമെന്റ്, പഴയ ഹാർഡ്വെയർ ബേസ്ഡ് ബെഞ്ച് മാർക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി റോക്സ്റ്റാർ ഗെയിംസിന്റെ തന്നെ RDR2 വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് GTA 6 എങ്ങനെ ആയിരിക്കും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. നമുക്ക് കുറച്ച് ബാക്കിലോട്ട് പോവാം. GTA 5ന്റെ റിലീസും GTA 5ന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. സോ GTA 5 റോക്സ്റ്റാർ ഗെയിംസിന്റെ വെബ്സൈറ്റിൽ കാണുന്നത് September 17th 2013 PS3ലും Xbox 360 ലോഞ്ച് ആയത്. പിന്നീട് ലേറ്റർ November 18th 2014 PS4 ആൻഡ് Xbox Oneൽ വന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് PCയിൽ അനൗൺസ് ആയത്. സോ PCയിൽ ഫസ്റ്റ് അനൗൺസ് ആയത് January 27, 2015 ബട്ട് ആക്ച്വലി വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഒരു 4 months ഡിലേ ഉണ്ടായിരുന്നു. ഏപ്രിലാണ് വന്നത്, April 2015. ആൻഡ് ലാസ്റ്റ് വേർഷൻ March 2020 PS5 ആൻഡ് Xbox Series X and S വന്നത്. സോ GTA 5 ഗെയിമിന്റെ സിസ്റ്റം റിക്വയർമെന്റ്സ് ഇങ്ങനെയായിരുന്നു. സോ മിനിമം ആൻഡ് റെക്കമെൻഡഡ് സിസ്റ്റം റിക്വയർമെന്റ്സ് നോക്കുവാണെങ്കിൽ വലിയ റിക്വയർമെന്റ് ഒന്നും അല്ല. റെക്കമെൻഡഡ് സെറ്റിംഗ്സിൽ പറയുന്നത് തന്നെ i5 3rd generation പ്രോസസർ, AMDയുടെ FX സീരീസിലെ 8350 പ്രോസസർ മതി, 8GB RAM ആൻഡ് NVIDIA GTX 660 2GB GPU അല്ലെങ്കിൽ AMDയുടെ HD 7870 2GB. So 2GB GPU was enough for GTA 5. So 2015 GTA 5 PCയിൽ ഇറങ്ങുന്നത്. ആൻഡ് ആ ടൈമിലെ ടോപ്പ് GPUs ആയിരുന്നു GTX 900 സീരീസും NVIDIAയുടെ GTX 10 സീരീസിൽ വന്ന GPUs. സോ ഇതിൽ September 2014 GTX 970യും 980 GPUs ഇറങ്ങിയത്. ജൂലൈ 2016 ആ ടൈം പീരീഡിലാണ് 1060, 1070, 1080 GPUs മാർക്കറ്റിൽ വരുന്നത്. സോ ആ ടൈമിലെ ടോപ്പ് GPUs എങ്ങനെ പെർഫോം ചെയ്തിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഈ ബെഞ്ച് മാർക്സ് എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. പഴയ ബെഞ്ച് മാർക്സ് ആണ്, 2016 ബെഞ്ച് മാർക്സ് ആണ്. ഇവിടെ 1080p റെസൊല്യൂഷനിൽ 1070 GPUയുടെ ആവറേജ് FPS ആണ് 91 FPS. ഇതെല്ലാം ഹൈ സെറ്റിംഗ്സ്, വെരി ഹൈ സെറ്റിംഗ്സിലെയാണ്. ആൻഡ് 105 FPS ആണ് GTX 1080 GPUയിൽ കിട്ടിയത്. 2K റെസൊല്യൂഷന്റെ ബെഞ്ച് മാർക്സ് നോക്കുവാണെങ്കിൽ 1070 GPU യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സ് ഒരു 62 FPS ഉണ്ടായിരുന്നു. 75 FPS ആണ് GTX 1080 ഫൗണ്ടേഴ്സ് എഡിഷൻ. സോ ഈ 1080യെ ഇപ്പോഴത്തെ ഒരു GPU ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമല്ല, പക്ഷേ കറന്റ് GPU ആയിട്ട് പറയുവാണെങ്കിൽ ഈ പെർഫോമൻസ് മീൻസ് പഴയ ഗ്രാഫിക്സ് അല്ല, ലേറ്റസ്റ്റ് ഗ്രാഫിക്സ് ഇത്രയും പെർഫോമൻസ് വേണമെങ്കിൽ 1080 should be replaced by 4080 and 1070 will be replaced by 4070. നമ്മൾ ഡയറക്ട്ലി കമ്പയർ ചെയ്യാൻ പോകുന്നത് 4080 ആൻഡ് 4070 വെച്ചിട്ടായിരിക്കും. ഇനി റോക്സ്റ്റാർ ഗെയിംസിന്റെ തന്നെ നെക്സ്റ്റ് മേജർ ഗെയിം ആയിരുന്നു Red Dead Redemption 2. സോ RDR2 റിലീസ് ആയത് 2018 2018 കോൺസോൾസിൽ വന്നു. 2019 നവംബറിലാണ് PCയിൽ വന്നത്. സോ നമുക്ക് സിമിലർലി RDR2 ഗെയിമിന്റെ PC റിക്വയർമെന്റ്സ് എന്തായിരുന്നു നോക്കാം. സോ ഇവിടെ മിനിമം സ്പെക്കും റെക്കമെൻഡഡ് സ്പെസിഫിക്കേഷൻസും കാണാം. റെക്കമെൻഡഡിൽ നോക്കുവാണെങ്കിലും GTX 1060 6GB വേരിയന്റ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ AMDയുടെ RX 480 4GB. സോ ഇത് കാണുമ്പോൾ ഒരു ഹെവി സ്പെക്ക് ഒന്നും അല്ല. പക്ഷെ നമുക്കറിയാം ഗെയിം ഇറങ്ങിയപ്പം ഗ്രാഫിക്കലി നല്ല ഡിമാൻഡിങ് ഗെയിം ആയിരുന്നു. എല്ലാ ഗെയിംസും ഇറങ്ങുമ്പോൾ കുറച്ച് ഒപ്റ്റിമൈസേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. സ്ലോലി അത് ഒപ്റ്റിമൈസ് ആയി ഓൾമോസ്റ്റ് എല്ലാ ഹാർഡ്വെയറിലും വർക്ക് ആകുന്ന രീതിയിൽ ഒപ്റ്റിമൈസ് ആയിക്കോളും. ആൻഡ് റോക്സ്റ്റാർ ഗെയിംസിന്റെ ട്രസ്റ്റ് മീ ഒപ്റ്റിമൈസേഷൻ ഓൺ ടൈം ബ്യൂട്ടിഫുൾ ആയിരിക്കും. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് ഈസിലി കിട്ടും. സോ അങ്ങനെ നോക്കുമ്പം
RDR2 ഇറങ്ങിയ ടൈമിലെ ടോപ്പ് GPUs ആയിരുന്നു. 2019 RTX 2060 ഇറങ്ങുന്നത്. ജാനുവരി 2019 2070 സൂപ്പറും 2080 സൂപ്പർ വരുന്നത്. ആൻഡ് ടോപ്പ് ഓഫ് ദ ലൈൻ 2080 Tiയും ജൂലൈ 2019 വന്നത്. AMD സൈഡ് നോക്കുവാണെങ്കിൽ ഈ ടൈം പീരീഡിൽ ഫേമസ് ആയിട്ടുള്ള ഒരു GPU ആയിരുന്നു RX 5700 XT GPU. ഇതും ജൂലൈ 2019 വന്നത്. സോ ഈ ടൈം പീരീഡിൽ ഇറങ്ങിയ ടോപ്പ് GPUസും RDR2 ഗെയിമിന്റെ ബെഞ്ച് മാർക്സ് കമ്പാരിസൺ നോക്കുവാണെങ്കിൽ ക്ലിയർലി ഇവിടെ കാണാൻ പറ്റും ടോപ്പ് മോസ്റ്റ് GPU ആയ 2080 Ti വരെ 1080p ഹയസ്റ്റ് സെറ്റിംഗിൽ 92 FPS റേഞ്ച് ആണ് ആവറേജ് കാണുന്നത്. 2080 സൂപ്പർ ഇനിയും കുറഞ്ഞു, 75 FPS ആണ് ആവറേജ്. 5700 XT GPU 72 FPS ആണ്. ആക്ച്വലി 5700 XT ആ ടൈമിലെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് GPU ആയിരുന്നു. ഇപ്പം യൂസ്ഡ് കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നല്ല GPU ആണിത്. RX 580 ഒക്കെ എടുക്കുന്നതിലും എത്രയോ ബെറ്റർ ആണ് 5700 XT GPU യൂസ്ഡ് എടുക്കുന്നത്. സോ GTA 5 to RDR2 ഈ ഗ്യാപ്പിൽ എത്രത്തോളം GPU അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഇന്റൻസിറ്റി കൂടി എന്നുള്ളത് നമുക്ക് ഇത് വെച്ച് തന്നെ ഒരു ചെറിയ ഐഡിയ കിട്ടും. ഓക്കെ, സോ ഇതാണ് പഴയ ബെഞ്ച് മാർക്സ്. ഇനി നമുക്ക് അവിടുന്ന് കട്ട് ചെയ്ത് സ്ട്രൈറ്റ് 2023 കറന്റ് ടൈം പീരീഡിലോട്ട് വരാം. ഈ ടൈം പീരീഡിലെ ടോപ്പ് മോസ്റ്റ് GPUസും RDR2യുടെ ബെഞ്ച് മാർക്സ് ഒന്ന് നോക്കാം. സോ ലേറ്റസ്റ്റ് NVIDIA സൈഡ് RTX 4070 നമ്മൾ നോക്കുവാണെങ്കിൽ 115 FPS ആവറേജ് ആണ് RDR2ൽ കാണുന്നത്. 1080p റെസൊല്യൂഷനിൽ 92 FPS ആണ് 2K റെസൊല്യൂഷൻ ആൻഡ് 60 FPS ആണ് 4K റെസൊല്യൂഷനിൽ. ബട്ട് 4070 Ti വരുമ്പോഴാണ് ഒരു മേജർ ഡിഫറൻസ് വരുന്നത്. 4070 Ti 1080p റെസൊല്യൂഷനിൽ നമുക്ക് 145 FPS, 2K റെസൊല്യൂഷനിലോട്ട് പോകുമ്പോൾ 124 FPS ആൻഡ് 4K റെസൊല്യൂഷൻ 80 FPS റേഞ്ച് വരുന്നുണ്ട്. ഈവൻ AMDയുടെ ലേറ്റസ്റ്റ് RX 7800 XT GPU ആൻഡ് 4070 Ti നോക്കുവാണെങ്കിലും നിയർലി ഒരു ഐഡന്റിക്കൽ പെർഫോമൻസ് നമുക്ക് കാണാം, ക്ലോസ് ആണ്. സിമിലർലി പഴയ 6800 XT GPUലും നമുക്ക് അത്യാവശ്യം ഡീസന്റ് FPS RDR2ൽ കാണുന്നുണ്ട്. 6900 XT GPUവും വെൽ ബെറ്റർ ആണ്. AMDയുടെ ലോവർ സൈഡിലോട്ട് വരുവാണെങ്കിൽ 7700 XT GPU 120 FPS 1080p ആവറേജ് ആൻഡ് 54 FPS ആണ് 4K റെസൊല്യൂഷനിൽ. സോ RDR2 2019 വന്ന ഗെയിമാണ്. ഇതിപ്പം 2023 ഓൾമോസ്റ്റ് 2024 ആകാറായി, 23 എൻഡ് ആകാറായി. സോ 2019 ഇറങ്ങിയ ഗെയിം ഇപ്പോൾ ഉള്ള GPUസിൽ ഇങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ലൈക്ക് 4K റെസൊല്യൂഷനിൽ ഒരു 60 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4070 Ti മിനിമം വേണം. വരാനിരിക്കുന്ന 2026 ഓർ പോസിബിളി 27 ആകാം, നമുക്ക് എക്സാക്ട് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് GTA 6 വരുന്നതെന്ന്. സോ 26 അല്ലെങ്കിൽ 27 വരാനിരിക്കുന്ന GTA 6ന്റെ ഗ്രാഫിക്കൽ ഇന്റൻസിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഒരിക്കലും ഇപ്പോഴത്തെ ടോപ്പ് GPUs കേപ്പബിൾ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓബ്വിയസ്ലി DLSSഉം അല്ലെങ്കിൽ ഇതുപോലത്തെ ഫീച്ചേഴ്സ് എനേബിൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ഞാൻ അതിന് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ ടെക്നോളജീസ് വരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് 24, 25, 26 നിയർലി ഒരു 2 to 3 years ടൈം ഉണ്ട്. സോ ഇത്രയും ടൈം ഗ്യാപ്പിൽ റോക്സ്റ്റാർ ഗെയിംസ് എന്തൊക്കെ പുതിയ ടെക്നോളജീസ് ഇതിൽ കയറ്റുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇതൊരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് FPS റേഞ്ച് ആണ്. ലൈക്ക് 4K റെസൊല്യൂഷനിൽ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഒരു 60 FPS എങ്കിലും വേണം. അത് ഇൻ കേസ് 1440p അല്ലെങ്കിൽ 2K റെസൊല്യൂഷൻ ആണെങ്കിൽ ഒരു 80 to 90, 100-ish FPS എന്തായാലും നമുക്ക് കിട്ടിയാലേ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ബെറ്റർ ആയിരിക്കും. സോ അതിൻ്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് RTX 4070 Ti അല്ലെങ്കിൽ 7800 XT GPUs നമുക്ക് നെസസറി ആണ്. ഇപ്പോഴത്തെ ടൈംസിന്റെ കാര്യമാണ് പറയുന്നത്. നെക്സ്റ്റ് ഇനി RTX 5000 സീരീസ് വരും, AMDയുടെ RX 8000 സീരീസ് വരാനുണ്ട്. സോ ഇതെല്ലാം വരുമ്പം എങ്ങനെയായിരിക്കും എന്താണെന്ന് നമുക്ക് ഒരു ഇതും പറയാൻ പറ്റത്തില്ല. ആൻഡ് ഗെയിമിന്റെ ഗ്രാഫിക്സ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഓൾദോ ട്രെയിലറിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, റിയൽ ഗെയിം ഇറങ്ങുമ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ RDR2 ഇറങ്ങിയ ടൈമിലെയും RDR2യുടെ ആക്ച്വൽ ഗെയിം പ്ലേ അത് രണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ മേജർ ഡിഫറൻസ് ഒന്നുമില്ല. ലൈക്ക് ഗ്രാഫിക്സ് ഒത്തിരി ഇവോൾവ് ആയിട്ടുണ്ട്. ആൻഡ് അതിലും ബെറ്റർ ആയിട്ടായിരിക്കും 100% GTA 6 വരാനിരിക്കുന്നത്. GTA 6ന്റെ ട്രെയിലറിൽ നമ്മൾ കണ്ടതാണ് ഓവറോൾ ലൈറ്റിംഗ്, ടെക്സ്ചേഴ്സ്, ക്യാരക്ടേഴ്സിന്റെ എസ്പെഷ്യലി ക്യാരക്ടേഴ്സിന്റെ സ്കിൻ ടോൺസ്, ഫേഷ്യൽ ഫീച്ചേഴ്സ് ലൈക്ക് ചെറിയ പിമ്പിൾസ്, ചെറിയ ഫേഷ്യൽ ഹോൾസ്, ഫേഷ്യൽ ഹെയർസ്, ഇതെല്ലാം ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ഹെയർ ആൻഡ് വാട്ടർ ഡൈനാമിക്സ് അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിംഗ് ആണ്. ബിൽഡിംഗ്സ് ആട്ടെ, ലൊക്കേഷൻസ്, വെഹിക്കിൾസിന്റെ ഡീറ്റെയിൽസ് ആക്യുറേറ്റ് ആണ്. നമ്മളൊന്ന് പോസ്റ്റ് ചെയ്താലേ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ പല ബിൽഡിംഗ്സിന്റെ ഇന്റീരിയേഴ്സ് വരെ നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇന്റീരിയറിലെ ലൈറ്റിംഗ്സും വിൻഡോസും കർട്ടൻസും ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ലീക്സ് നോക്കുവാണെങ്കിൽ 70 to 75% ബിൽഡിംഗ്സ് എൻറ്ററബിൾ ആണെന്നാണ് പറയുന്നത്. ഒട്ടുമിക്ക ബിൽഡിംഗ്സിൽ നമുക്ക് എൻ്റർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാം, പല മിഷൻസും അതിലുണ്ടാകുമെന്നാണ് പറയുന്നത്. മീനിങ് മോർ ഡീറ്റെയിലിംഗ് ആൻഡ് മോർ ഗ്രാഫിക്കലി ഹെവി ആയിരിക്കും GTA 6. അതേപോലെ ഗെയിമിലെ NPCs അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ഡീറ്റെയിലിംഗ്, ഓവറോൾ ക്രൗഡിന്റെ സിമുലേഷൻ, മാപ്പ് വിൽ ബി ഹ്യൂജ് എന്നാണ് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഹെവി ഗെയിം തന്നെ ആയിരിക്കും.
നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. റെഡ് ഡെഡ് റിഡംഷൻ 2 തന്നെ നമ്മൾ കണ്ടതാണ് പുതിയ ടെക്നോളജീസ് എങ്ങനെ റോക്ക് സ്റ്റാർ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളത്. ലൈക്ക് അപ്സ്കെയിലിംഗ് ആൻഡ് ഷാർപ്പനിങ് ടെക്നോളജി, ലൈറ്റിംഗിന്റെ സിമുലേഷൻസ്, റേ ട്രേസിംഗ്, ഹാർഡ്വെയർ ബേസ്ഡ് റേ ട്രേസിംഗ്, ഇതെല്ലാം റോക്ക് സ്റ്റാർ ഗെയിംസ് നല്ല രീതിയിലാണ് RDR2 കൊണ്ടുവന്നത്. സോ ഇതെല്ലാം കണ്ട് അനലൈസ് ചെയ്യുമ്പോൾ വൺ തിങ് ഈസ് ഷുവർ, ഇപ്പോഴത്തെ മിഡ് റേഞ്ച് PCസിലൊന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നില്ല വിത്ത് GTA 6. സോ ഈ 2 years കഴിയുമ്പം ഏതൊക്കെ GPU സീരീസ് ആയിരിക്കും പുതിയത് വരാൻ പോകുന്നത്, ഓർ GTA 6ൽ എന്തൊക്കെ പുതിയ ടെക്നോളജീസ് ആഡ് ചെയ്തിട്ടായിരിക്കും ഇന്റൻസിറ്റി കൂട്ടുന്നത്, നമുക്ക് ഇപ്പോഴേ ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ജസ്റ്റ് ഒരു ഗെസ് വർക്ക് നമുക്ക് നോക്കാം. ബേസിക് സ്പെക്ക് എന്തായിരിക്കും എന്നുള്ളത് നമ്മളിപ്പം ലേറ്റസ്റ്റ് ഗെയിംസ് ആയ സ്റ്റാർഫീൽഡും അലൻ വേക്ക് 2 ഒക്കെ സെറ്റിംഗ്സും അതിൻ്റെ ഒരു സിസ്റ്റം റിക്വയർമെന്റ്സ് ഒക്കെ നോക്കിയായിരുന്നു. അപ്പം അതിൻ്റെ ബേസിസിൽ ജസ്റ്റ് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ മേ ബി ഒരു 6 to 8 കോഴ്സിൻ്റെ CPU വേണ്ടി വരും. Ryzen 5 5600X ആയിരിക്കും എൻ്റെ ഒരു ഗെസ് മിനിമം വരുന്നത്. മിനിമം അല്ല, ഒരു റെക്കമെൻഡഡ് സെറ്റിംഗ്സ് റേഞ്ചിൽ വരുന്നത് 5600Xും മേ ബി ഇന്റലിന്റെ i5 12th ജനറേഷൻ പ്രോസസ്സർ ആയിരിക്കും. GPU അറ്റ്ലീസ്റ്റ് ലൈക്ക് ഒരു 12 GB VRAM ഉള്ളതായിരിക്കും. VRAM ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇതിലെ മാപ്പ് വലുതായിരിക്കും. മാപ്പ് വലുതായതുകൊണ്ട് ആൻഡ് ഓൾസോ പല ബിൽഡിങ്സും നമുക്ക് ഇന്റേർണലി എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലായതുകൊണ്ട് തന്നെ VRAMന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ കൂടുന്നുണ്ട്. സോ VRAM ഹെവി ആയിട്ടുള്ള GPUs എടുക്കുന്നത് ഇനി ഇൻ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. സോ ആ ഒരു റേഞ്ചിൽ നോക്കുവാണെങ്കിൽ മേ ബി 4070 അല്ലെങ്കിൽ 4070 Ti GPU ആയിരിക്കും റെക്കമെൻഡഡ്. ഓർ പഴയത് മേ ബി 3080 ഇതിൽ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, 3080 Ti ഒക്കെ. പിന്നെ AMD സൈഡ് നോക്കുവാണെങ്കിൽ മേ ബി 7700XT അല്ലെങ്കിൽ പഴയ 6800XT GPUs. 7800XTയും നല്ലൊരു പോസിബിലിറ്റി ആണ്. പിന്നെ ഒരു 150 to 200 GB മിനിമം SSD ആയിരിക്കും റിക്വയർമെന്റ് വരാൻ പോകുന്നത്. SSD ഇപ്പോൾ മസ്റ്റ് ആണ്, കാരണം ലേറ്റസ്റ്റ് വന്ന സിസ്റ്റം റിക്വയർമെന്റ്സ് നോക്കുവാണെങ്കിൽ ഹാർഡ് ഡിസ്ക് കംപ്ലീറ്റ്ലി ഔട്ടാണ്. ഹാർഡ് ഡിസ്ക് ചവിട്ടി പുറത്ത് കളഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലും ഇപ്പം SSD ആണ് പറയുന്നത്. ബട്ട് ഓൾറെഡി പല റൂമേഴ്സ് നെറ്റിൽ ലീക്ക് ആയിട്ടുണ്ട്, ലൈക്ക് 750 GB ആണ് ഗെയിമിന്റെ സൈസ് എന്നും പറഞ്ഞുകൊണ്ട്. 750 GB ഐ ഡോണ്ട് തിങ്ക് സോ, ബിക്കോസ് 750 GB ആണ് വരുന്നതെങ്കിൽ കോൺസോൾസിന്റെ ഒക്കെ പണി കഴിഞ്ഞു. കാരണം PS5ൽ ഐ തിങ്ക് 825 GB ആണ് അതിന്റെ സൈസ്, ഫുൾ സൈസ് വരുന്നത്. അതിൽ തന്നെ ഓൾറെഡി 140-150 GB റിസർവ്ഡ് ആയിട്ടാണ് വരുന്നത്. സോ ബാക്കി നമുക്ക് 600 GB ആ റേഞ്ചേ വരുന്നുള്ളൂ. സോ എന്തായാലും ഒരിക്കലും 750 GB ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, ബട്ട് വി ഡോണ്ട് നോ. സോ ഇത് എൻ്റെ ഒരു ജസ്റ്റ് സ്പെക്യുലേറ്റഡ് സിസ്റ്റം റിക്വയർമെന്റ്സ് ആണ്. റെക്കമെൻഡഡ് സിസ്റ്റം റിക്വയർമെന്റ്സ് എന്തോ ആയിരിക്കും, മേ ബി ഇതായിരിക്കും എന്നാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. നമുക്ക് 2 വർഷം കഴിഞ്ഞ് നോക്കാം എന്തോ ആയിരിക്കും എന്നുള്ളത്. ഒരു ബേസിക് ഇത് പറയുവാണെങ്കിൽ VRAM കൂടുതലുള്ള GPUs, ബെറ്റർ സ്പീഡുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള VRAM കൂടുതലുള്ള GPUs എടുക്കാൻ ട്രൈ ചെയ്യുക. ഇനി ഇൻ കേസ് ഫ്യൂച്ചറിലോട്ട് ഒരു ബിൽഡ് നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്രയും ഹെവി ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് വാങ്ങിക്കുന്ന പ്രൈസ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അതിലും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഈ ഗെയിം ഈസിലി എൻജോയ് ചെയ്യാൻ പറ്റും. 2025ൽ തന്നെ ഒരു PS5 അല്ലെങ്കിൽ Xbox Series S or X വാങ്ങിച്ചു വെച്ചാൽ മതി ഇപ്പോഴേ. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് നോക്കുവാണെങ്കിൽ PS5 ഓർ Xbox നമുക്ക് ഒരു 50 റേഞ്ചിൽ അവൈലബിൾ ആണ്. PS5ന്റെ ഡിജിറ്റൽ വേർഷൻ 44,000 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഏതെങ്കിലും സെയിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മേ ബി കുറവായിരിക്കും. അതിലും ചീപ്പായിട്ട് വേണമെങ്കിൽ Xboxന്റെ സീരീസ് S അവൈലബിൾ ആണ്. ഒരു 30 to 32,000 റേഞ്ചിൽ സീരീസ് S മോഡൽ അവൈലബിൾ ആണ് Xboxൻ്റെത്. സോ ഇൻ കേസ് നിങ്ങൾ ഒരു ഹാർഡ് കോർ PC ഗെയിമർ അല്ലെങ്കിൽ ഒരു PC നിങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് ഈ ഗെയിം എങ്ങനെയെങ്കിലും ഇറങ്ങുന്ന ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യണം, കളിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു PlayStation 5 അല്ലെങ്കിൽ Xbox Series Xോ Sോ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരെണ്ണം വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ കലീഗ്സ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ US, UK, ഗൾഫിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടെ കുറവാണ്. ബിക്കോസ് ഗൾഫിലെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ PS5 ഡിജിറ്റൽ വേർഷൻ നമുക്കൊരു 38,000 റുപ്പീസ് റേഞ്ചേ വരുന്നുള്ളൂ. സോ പുറത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഇപ്പം തന്നെ വിളിക്കുക, കിട്ടുന്ന ഏതെങ്കിലും കോൺസോൾ ഒരെണ്ണം കൊണ്ടുവരാൻ പറയുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇൻ കേസ് PC നിങ്ങൾ നോക്കുന്നില്ല, ഒരു PC എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഗെയിം കളിക്കണം, ഗെയിം എക്സ്പീരിയൻസ് ചെയ്യണം. GTA 6 ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺസോൾസ് ആർ ദ ബെസ്റ്റ് ഓപ്ഷൻ. എനിവേസ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് GTA 6ന്റെ PC റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ തോട്ട്സ് എന്താണ്? GTA 6 നിങ്ങൾ കോൺസോളിലാണോ PCക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്താണെന്നുള്ളത് ജസ്റ്റ് കമന്റ്സ് മെൻഷൻ ചെയ്യുക. ആൻഡ് ഫ്യൂച്ചറിൽ GTA 6 വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഈ പറഞ്ഞ റിക്വയർമെന്റ്സ് എന്തായിരുന്നു. ആ ടൈമിൽ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. എനിവേസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.